പടം നമുക്ക് തമിഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാമെന്നുള്ളൊരു ആംഗിളിലല്ല അതിനെ കണ്ടത്. അത് കേൾക്കണത് വരെ നമ്മളൊരു തമിഴ് പടമായിരുന്നു. പക്ഷെ പിന്നീട് ഈ കഥ എനിക്ക് ഭയങ്കര കണക്ട് ആയി. അല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എന്തുകൊണ്ടാണ് മലയാള ഭാഷയിൽ ഈ പടം വരില്ല. ഈ പടം മലയാളം ഡബിൽ ഇറങ്ങില്ല. നമ്മളുടെ ഉള്ളില് അടക്കി വെച്ച people say kill him, no problem. So if it's like that, they are ready to accept any kind of violence. ഇതിലുമുണ്ട് ആക്ഷൻ, ഇതിലുമുണ്ട് 3 ആക്ഷൻ, ഇതിലുമുണ്ട് 10 ആക്ഷൻ. ആ സീന് എനിക്ക് ഒരുപാട് വയലൻസ് പടങ്ങൾ ബുദ്ധിമുട്ടാണ്. ആ ഒരു ചെറിയൊരു സോഫ്റ്റ് സൈഡ് വേണം എന്ന് തന്നെയാണ് ഇപ്പൊ എന്ത് ആക്ഷൻ കാണിച്ചാലും ഞാനൊരു ഓഡിയൻസ് ആഗ്രഹിക്കുന്ന ഒരു സിനിമ. Most of the films which comes to me is like serious films, rough character, ஒரு மாசான கேரக்டர், இல்லனா வந்து சைக்கோ அந்த மாதிரி தான் வரும். நிறைய படங்கள் பார்த்திருக்கேன். ட்ரான்ஸ், புலிமாடா, RDX, Kumlingi Nights, Manjumal Boys, Krishkinda Kandam. Because emotions they get connected, no, in that fact, doesn't matter also. That doesn't matter where it happens. Vijay sir padam inga emotion connect aanalum oduma eppadi aanalum odum. അത് ഒരു ആഗ്രഹം ഉണ്ടാവില്ല ചില ജീവിതത്തിൽ. അമ്മാരി വെയിലത്തൊരു നോയം പിടിക്കണം, അത് ഫൈറ്റും ഉണ്ടെങ്കിൽ തലകറങ്ങി വീഴട്ടെ എന്ന് ഓർത്തിട്ടാണ് അഭിനയിക്കണത്. അപ്പൊ ഭയങ്കര എനർജിയൊക്കെ വന്നു. എനിക്ക് അറിഞ്ഞൂടെ എവിടെ നിന്നാണ് ആ നോയം പറഞ്ഞപ്പോ കുടിച്ച വെള്ളത്തിന്റെ ടേസ്റ്റ് ജീവിതത്തിൽ ഞാൻ ഒന്നിനും ഇത്രയും ടേസ്റ്റ് കിട്ടിയില്ല. രാജു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്, ഞാൻ അവനെ വെച്ച് സിനിമ ചെയ്യും. രാജീവ് സാറിന് എന്താ ശരിക്കും നോക്കാം, സാർ അത്ര ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫിലിം മേക്കറുമാണ്. പറയാനുള്ള ആളുണ്ട്, അല്ലാതെ ചുമ്മാ പറയണല്ല. ഞാൻ ഒരു മനുഷ്യൻ എന്നോട് ഇടപെടുമ്പോൾ നമുക്ക് എന്തോ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന്. ആ എനർജിയിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഒരാളുടെ പേരോ മതമോ നാളോ കളറോ അയാൾ വന്ന രാഷ്ട്രമോ അയാളുടെ ഒന്നും എനിക്ക് വിഷയമല്ല. ആ എനർജിയാണ് ഈ ഭൂമിയുടെ സത്യം. മലയാളത്തിന്റെ ഷെയ്ൻ നിഗം തമിഴിൽ ഇൻട്രൊഡ്യൂസ് ആവുന്നു എന്ന പ്രത്യേകതയുണ്ട് മദ്രാസ്കാരൻ എന്ന തമിഴ് സിനിമയ്ക്ക്. സിനിമയിലെ മറ്റ് പ്രധാന കഥാപാത്രങ്ങളാവുന്ന ഐശ്വര്യ ദത്ത, കലയാസൻ എന്നിവരാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. തമിഴിലൊരു സിനിമ ഇപ്പോൾ കുമ്പളങ്ങി നൈറ്റ്സ് മുതൽ എൻ്റെ അറിവിൽ ഈ കുമ്പളങ്ങി നൈറ്റ്സിന് മുമ്പും തമിഴിൽ നിന്ന് ഓഫറുകൾ വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. കോബ്രയിൽ ഓഫർ വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഒരു നായകനായിട്ട് ഇൻട്രൊഡ്യൂസ് ആവുക അങ്ങനെ നിർബന്ധം ഉണ്ടായിരുന്നോ, അതോ ഇങ്ങനെ ഒരു പ്രൊജക്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു? അല്ല, നായകനായിട്ട് ഇൻട്രൊഡ്യൂസ് ആവണമെന്ന് നിർബന്ധം ഉണ്ടായില്ല. കാര്യം അതിനു മുമ്പം ക്യാരക്ടേഴ്സ് ഒരു ടോക്ക് ഉണ്ടായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ വേറെ കുറച്ച് സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ടാണ് പോകാൻ പറ്റുന്ന ഡേറ്റ്സിന്റെ കോബ്രയുടെ കാര്യം നമുക്കറിയാം. അങ്ങനെ ഒരു മാറിപ്പോയ വിഷയം ഉണ്ടായി. പിന്നെ ഇതാണ് അങ്ങനെ എല്ലാം ചേർന്ന് വന്നത്. അറിയില്ല, റൈറ്റ് ടൈമിൽ വന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ട് ഇതിന്. RDX കഴിഞ്ഞ് ആ ഒരു ടൈമിൽ ഈ പറഞ്ഞ പോലെ കൂടുതലും മെസ്സേജുകളും ഓഫേഴ്സ് വന്നത് നമുക്ക് തമിഴിൽ നിന്ന് തന്നെയായിരുന്നു ആ ടൈം. പിന്നെ ആ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു ഓഫറാണിത്, വാലിയുടെ. RDX കഴിഞ്ഞ സമയമാണ്. അങ്ങനെ നമ്മൾ ഈ കഥ കേട്ടപ്പോൾ പരിപാടി ഇതൊരു തമിഴ് പടത്തിന് ഈ ഒരു പടം നമുക്ക് തമിഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ചെയ്യാമെന്നുള്ളൊരു ആംഗിളിലല്ല അതിനെ കണ്ടത്. അത് കേൾക്കണത് വരെ നമ്മളൊരു തമിഴ് പടമായിരുന്നു. പക്ഷെ പിന്നീട് ഈ കഥ എനിക്ക് ഭയങ്കര കണക്ട് ആയി. ഇപ്പം ഞാൻ ഒരു 2 ദിവസം കഴിഞ്ഞ് പറയാന്ന് പറഞ്ഞ് വിട്ടിട്ടും നമുക്ക് ആ 2 ദിവസവും എൻ്റെ ഉള്ളിൽ തന്നെ ഈ കഥ ഓടി. പിന്നെ ഇതിപ്പോൾ ഏത് ഭാഷയിലാണെങ്കിലും നമ്മൾ ചെയ്യുമെന്നുള്ളൊരു സംഭവമായി. Ma'am, how do you see a character? Is it fine that the character is grey? I'm okay with it. Which character? You're talking about my character? Yeah. It's one of the very important key role of the film. Okay. And as we said, like, it's not dark character. Oh. And it's not even a white character either. Okay. It's a revolutionary character. Scene by scene in the வடச்சென்னையில ஆண்ட்ரியா ஜெரமிக்கு ஒரு ஆர்க் இருக்கும்ல, அந்த மாதிரி இருக்குமா? ஆண்ட்ரியா ஜெரமி அண்ட் வடச்சென்னை அது வந்து ரொம்ப டிஃப்ரெண்ட். இந்த கேரக்டருக்கு சம்பந்தமே இல்லை. அந்த ஸ்டோரியோட ஒரு இம்பார்ட்டன்ட் கேரக்டர். ഓക്കെ. അങ്ങനൊരു വലിയൊരു ഗാങ്സ്റ്റർ ഡ്രാമയൊന്നും അല്ല. ഇതൊരു ഇൻസിഡന്റിനെ ബേസ് ചെയ്ത് പോകുന്ന ഒരു സംഭവം. വൺ ഇൻസിഡന്റ് ഹാപ്പൻ ആൻഡ് അതിന്റെ எக்ஸ்பிரஷனும் ரிசல்ட்டும் ரிவெஞ்சும் ஒക്കെയാണ് ബാക്കി സിനിമ. கலை உங்களுக்கு தெரியுமென்று தெரியல, உங்களோட கேரக்டர் ஒரு படத்தில் இன்ட்ரடியூஸ் ஆயிடுச்சுன்னா எங்கள் படம் பார்க்குற எங்களுக்கெல்லாம் ஒரு தாட் வரும் தட் உங்கள் கேரக்டர் அதில் க்ரூஷலாக இருக்கும். நீங்கள் அந்த படத்தில் யாராவது ரிசீவ் பண்ணுவாங்க, நீங்கள் செத்து போயிடும், அந்த மாதிரி ஏதாவது உங்களுக்கு க்ரூஷலாக இருக்கும். மட்ராஸ்காரனில் கூட அந்த மாதிரி ஏதாவது உங்களால் நடக்கிற ஒரு டர்ன் ஆஃப் எவென்ட்ஸ் அப்படி இருக்கா? அப்படியே இருக்கு. அப்படிதான் ரெண்டு நாங்கள் மட்டும் இல்லை, இன்னும் 2-3 கேரக்டர்ஸ்லாம் இருக்கு. ஸோ எல்லாருமே
அவங்களுக்குள்ள நடக்கிற இன்டர் கனெக்ட் ஆகி யார் என்ன அப்படின்ட்டு ஒரு மாதிரி இன்ட்ரெஸ்டிங்காக இருக்கும், சூப்பராக இருக்கும் கண்டிப்பாக. உங்களை பார்த்தாலே அப்படி ஞாபகம் வர்ற பேர் வந்து பாரஞ்சித் தான். அவரோட அந்த கேம்பில் இருந்து வந்ததுனால உங்களோட படத்தை பார்க்குற பெர்ஸ்பெக்டிவ் இல்லை படம் சூஸ் பண்ணுற பெர்ஸ்பெக்டிவ் அது ஏதாவது சேஞ்ச் ஆகிருக்கா? இல்லை கண்டிப்பாக நிறையவே சேஞ்ச் ஆகிருக்கு, கம்ப்ளீட்டாக சேஞ்ச் ஆகிருக்குன்னே சொல்லலாம். நமக்கு நம்ம அவர் கூட பழகினதுக்கப்புறம் அந்த பாலிடிக்ஸ்லாம் தெரிஞ்சுக்கும் போது, நிறைய படிக்கும்போது, நம்ம ஒரு படத்தில் வந்து இப்போ நம்ம வந்து யாரையும் கரெக்டாக காட்டினா கூட பரவாயில்ல, யாரையும் தப்பாக காமிச்சிடக்கூடாதுன்ற சென்ஸ் வந்திருக்கு. ஸோ அதனால் வந்து நோ ஒன் ஷுட் கெட் ஹர்ட் ஆன் சீயிங் எ ஃபிலிம். யாரோட சென்டிமெண்ட்ஸையோ இல்லை அவங்களோட இதுவை வந்து நம்ம டிஸ்டர்ப் பண்ணக்கூடாது, யார் ஒரு குறிப்பிட்ட பிரிவினர் நம்ம தப்பாக காமிக்கக்கூடாதுன்றது வந்து புரிஞ்சு வச்சுருக்கேன். நமக்கு இப்போ சின்ன வயசுலேருந்து படம் பார்த்து சினிமாவால் நமக்கு ஒரு பெரிய இது இருக்கும். இப்போ ஃபிஷர்மென்ஸ்லாம் வந்து தப்பு பண்ணுவாங்க, இந்த மாதிரி ஹவுசிங், அந்த மாதிரி நிறைய ஒரு இது கம்யூனிட்டி ரீதியாக, ரிலீஜன் ரீதியாக, இல்லை பீப்புள் ரீதியாக நமக்கு கலரை வச்சு அப்பியரன்ஸ் வச்சுலாம் இருக்குல்ல, அதெல்லாம் நான் ஃபுல்லாகவே கம்ப்ளீட்டாக சேஞ்ச் ஆயிடுச்சு எனக்கு. വയലൻസിനെ ഡിപ്പിക്ട് ചെയ്യുന്നതിനെ പറ്റിയിട്ട് വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. പോസ്റ്റ് മാർക്കോ റിലീസ് എത്രത്തോണ്ട് ബ്ലഡ് സ്ക്രീനിൽ കാണിക്കാം, ഇങ്ങനെ നായകന്മാർ വയലൻസ് കാണിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ രാത്രി 9 to 10 മണി ടി വിയിൽ കുറ്റപത്രം, ക്രൈം ഫയൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രോഗ്രാമുകളിൽ വരുന്നതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ എഫക്റ്റ് ഈ സ്ക്രീനിൽ നിങ്ങൾ നായകന്മാർ കാണിക്കുന്ന വയലൻസിൻ്റെ ഇത് ഉണ്ടാകുന്നൊരു ആരോപണമുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇതിൽ തന്നെ ടീസറിൽ ഇപ്പോൾ ഒരാളുടെ കഴുത്ത് വെട്ടിയിട്ട് ബ്ലഡ് ഊസ് ഔട്ട് ചെയ്യുന്ന ഒരു വിഷ്വൽ കിടക്കുന്നുണ്ട്. അപ്പൊ ഈ വയലൻസിന്റെ ഡെപ്പിക്ഷൻ അതിലുണ്ടാവുന്ന എഫക്റ്റ് അതിനെ പറ്റി ഷൈൻ എന്താ വിചാരിക്കുന്നത്? അത്ര ഭയങ്കര വയലൻസ് ഒന്നും എനിക്ക് അങ്ങനെ ബുദ്ധിമുട്ടാണ് പേഴ്സണലി. നമുക്ക് അങ്ങനെ എൻ്റെ ഒരു ഇപ്പൊ ഞാനൊരു പ്രേക്ഷകന്റെ പെർസ്പെക്റ്റീവിൽ പറയാം, എനിക്ക് ഒരുപാട് വയലൻസ് പടങ്ങൾ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആക്ഷൻ ഒരു അത്ലറ്റിക് പരമായ ആക്ഷൻ സീക്വൻസുകൾ കണ്ടിരിക്കാൻ, അല്ലെങ്കിൽ എസ്തെറ്റിക് ആയിട്ടുള്ള രീതി ഷൂട്ട് ചെയ്തേക്കുന്ന ആക്ഷൻ സീക്വൻസുകൾ കണ്ടിരിക്കാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ അതിനൊരു ആർട്ട് ഉണ്ടല്ലോ എന്ന് പറഞ്ഞൊരു സാധനം വേണം നമുക്ക്. ആ ഒരു ചെറിയൊരു സോഫ്റ്റ് സൈഡ് വേണം എന്ന് തന്നെയാണ് ഇപ്പൊ എന്ത് ആക്ഷൻ കാണിച്ചാലും ഞാനൊരു ഓഡിയൻസ് ആഗ്രഹിക്കുന്ന ഒരു സിനിമ അതില് ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ. പിന്നെ ഇപ്പൊ ഇത്തരം സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതില് ആ ഒരു സീക്വൻസ് ആയിരിക്കാം ചിലപ്പോൾ മോസ്റ്റ് വയലന്റ്. പക്ഷെ ഈ സിനിമ അങ്ങനെ ഒരു ഭയങ്കരമായ വയലൻസ് പടമല്ല, ഇല്ല, ഒരിക്കലും ഇല്ല. അതായത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിറ്റുവേഷൻ ആണ്. Unavoidably they will have to fight each other. അതായത് കഥപരമായിട്ടാണ് ഫൈറ്റ് എഴുതി വെച്ചേക്കുന്നത്. ഇനി നമുക്കൊരു ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫൈറ്റ് അല്ല, കഥപരമായിട്ട് ആ ഫൈറ്റ് അവിടെ വളരെ നിർബന്ധമാണ്. സംഭവിക്കേണ്ട അടുത്ത് മാത്രമേ അടി നടക്കണുള്ളൂ, അല്ലെങ്കിൽ അടിക്കേണ്ടവനെന്ന് പറയണം, അടിക്കേണ്ടവനെ അടിക്കുന്നുള്ളൂ. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. നമുക്കൊരിക്കലും ഒരു വേറൊരു രീതിയിലല്ല, ഒരു മാസ് രീതിയിലല്ല നമ്മളിതിൽ ട്രീറ്റ് ചെയ്തേക്കുന്നത്. People accept the violence on what you are fighting for, why you are fighting for. Cause correct. If it's like really, people will say kill him, no problem. So if it's like that, they are ready to accept any kind of violence. Correct. Do you watch the depiction of violence in Kill, Marco? The notch is getting a bit higher. ഒരു എക്സ്റ്റെൻഡ് இருக்குல்ல மேம் വയലൻസ് ഡെപിക്ട് பண்ணது, அது கொஞ்சம் ஏறிட்டே போகுது. அது ஒரு ஆர்டிஸ்டா நீங்க என்ன நினைக்கிறீங்க? So I feel cinema has one genre. அது ஒரு genre தான். ஒரு டைம் வந்து ஒன்லி ரொமான்ஸா போகும், சில டைம் ஒரு இந்த மாதிரி how to say this, இந்த மாதிரி போகும். ஸோ எவ்ரி ஜானர் ஒரு கதை டிஃப்ரெண்ட் கதை இருக்குல்ல, கதையில் அடிக்கணும்னா அது அவங்க சொன்ன மாதிரி அதுக்குன்னு அவங்க எல்லாரும் எக்ஸெப்ட் பண்ணுறாங்க. ஸோ தட்ஸ் வை இட்ஸ் சேட் தட் இட் இஸ் ஃபிக்ஷனல். திஸ் ஸ்டோரி இஸ் அ ஃபிக்ஷனல் ஸ்டோரி. So it is some story based on the true story and some are fictional. So fictionalனா அது வந்து யோசிச்சுட்டு ஒரு நினைப்பு தான் ஒரு. ஸோ இட்ஸ் உங்களுக்கு இந்த மலையாளம் சினிமாவுக்கு ஒரு இன்ட்ரொடக்ஷனாக எது இருந்தது? எந்த படங்கள் எல்லாம் நீங்கள் பார்த்துருந்தீங்க? நிறைய படங்கள் பார்த்துருக்கேன். ட்ரான்ஸ், one of my favorite film, ட்ரான்ஸ். And then இப்போ புலிமாடா, and then புலிமாடா RDX, Kumlingi Nights, and then Manjumal Boys, and then Kishkinda Kandam. So it's a various film. So சில நைட்ஸ் வந்து சரி ஓகே இன்னொரு படம் பார்க்கலாம், ஒரு படம் அமேசான்ல வந்திருக்கேன்னா ஓகே ஃபைன், ஹாட்ஸ்டார். It's like change. The perspective of every director's change. அதே மாதிரி Madras Karan is a totally different script. So it has nothing to interconnect. So it's a very different script.
நான் வந்து மலையாளம் படத்துல ஒரு படம் பார்க்கும்போது every படம் is like a different one after the other, the characters. And then Fahad Fasil sir இன்னொரு படம், what's the last ஆவேஷம். Avesham. Okay. Avesham. Avesham is also a very different script. Yes. So that is the violence. Can you understand the violence? Yeah, Right. fine. But Aesthetics. we accept that. Yeah, and அதுக்கு ஒரு aesthetic இருக்கணும் அந்த. And that violence has a comic. Okay. Okay, when we see Avesham, that has a comic that he comes and walk like this and show, okay, this side one, അതൊരു that അങ്ങനെ side. വയലന്റ് ആയിട്ട് തോന്നുന്നില്ലല്ലോ. അതെ. So we accept the. We real love life watching. real life we will get frustrated on few things, Yes. on roads, on any some problems or issues or some bigger issues. We want to hit them, we want to kill them. We might feel like that also. But when it happens in cinema, people enjoy it. Yeah. அது வந்து அட்ராவன அப்படின்னு தெரிவி In fact, the youth അതാ will be നമ്മളുടെ like, ഉള്ളില് അടക്കി വെച്ച ആ ഒരു Angry young man. youth will come out like when the school kids or college kids, no, like they'll be like, okay, we are ready. So yeah, that's fun. That's one part. തമിഴിൽ ഡബ് അല്ലെങ്കിൽ തമിഴ് ഡയലോഗ്സ് പറയുക എന്ന് പറയുന്നത് ഇപ്പൊ നമ്മള് തമിഴുമായിട്ട് അത്രയും ചേർന്ന് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. തമിഴിൽ നിന്നാണ് മലയാളം ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പോലും പലപ്പോഴും മലയാളം ആക്ടേഴ്സ് അവിടെ പോയി പറയുമ്പോൾ உங்களுக்கு അതെല്ലാം പുരിയുമാ എന്ന് പറഞ്ഞിട്ട് ഈ മലയാളം ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവില്ല തമിഴ് ഡയലോഗ്സ് പ്രസന്റ് ചെയ്യുന്ന സമയത്ത്. ഷൈൻ അത് അവോയ്ഡ് ചെയ്യാൻ എന്താ ചെയ്തിരുന്നത്? അത് ഇച്ചിരി പണിയാണ്. ഡബിങ് കുറച്ചധികം ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു 2 ദിവസം ഡബ് ചെയ്തു, അതിൽ നിന്നും കുറെ കർഷം വന്നു, പിന്നെ ഒരു ദിവസം ഡബ് ചെയ്തു, പിന്നെയും കർഷം വന്നു, പിന്നെ ഒരു 2 ദിവസം ഇരുന്നു. അങ്ങനെ നമ്മൾ മാക്സിമം പറ്റണ അത്രയും ആ ഒരു, അതായത് എത്ര പറഞ്ഞാലും ആ ഒരു മലയാളി സ്ലാങ് കയറി വരും. സാധനം അവോയ്ഡ് ചെയ്യാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട്, മാക്സിമം എന്നാൽ കഴിയുന്നത് ശ്രമിച്ചിട്ടുണ്ട്. സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും വാക്കുകൾ ഉണ്ടായിരുന്നോ കുറച്ച് ടഫായി ഉണ്ടായിരുന്നത്? ചില വാക്കുകളുണ്ട്. ഇവര് ലായൊക്കെ പറയണൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. എല്ലാം കൊഞ്ചം വേർഡ്സ് നിങ്ങൾ சொல்றது கொஞ்சம் ഡിഫറെന്റ്, മലയാളത്തിൽ നിന്ന് ഡിഫറെന്റ്, സ്പെസിഫിക് പറഞ്ഞാൽ. ഇനി ബാസി ഒരു പടത്തില് ബിവെയർ ഓഫ് ഡോഗ്സില് ഈ തമിഴ്നാട്ടിൽ ഒരു പോലീസ് സ്റ്റേഷനിൽ പോയി അകപ്പെടും. എന്നിട്ട് പിന്നെ ബാസി അവിടുത്തെ തമിഴ്നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ഏരിയ ഉണ്ട്. സാർ എനിക്കെന്താ പൊമ്പളകള കിട്ടാത്തൊരു സീൻ ഉണ്ട് അതിനകത്ത്. അപ്പൊ അതുപോലെ അതേപോലെ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സംതിങ് ലൈക്ക് ദാറ്റ് ഓൾസോ ഐ തിങ്ക് ഡയറക്ടറിന് ഓർമ്മ ഉണ്ടാവുന്നു. അവരായിരുന്നു കറക്റ്റ് ഗൈഡ് ചെയ്തത്. சார் உங்களுக்கு இப்போ ஷெய்ம் வந்து ஒரு பியூர் தமிழ் போயை வந்து ஒரு படத்தில் நடிச்சாங்கல்ல, உங்களுக்கு ஒரு அவுட் அண்ட் அவுட் மலையாளி ரோல் பண்ணா நீங்கள் ஓகே? 100%. Why not? தமிழ் டைலாக்ஸ் பேச மலையாளத்தில் சாரி மலையாளத்தில் டைலாக்ஸ் பேச ஓகே தான். மலையாளம் ஆக்சுவலாக கொஞ்சம் பேசலாம், எனக்கு பிடிச்சிருக்கு. ஸோ மலையாளம் ரொம்ப சில வார்த்தைகள் தமிழில் ரொம்ப தூய தமிழ் சொல்லுவாங்க. இப்போ நிறைய சேஞ்ச் லாட் நிறைய. பட் அதுக்கு வந்து ஆரிஜினாக ஒரு வார்த்தை இருக்கலாம், அதெல்லாம் நிறைய இப்போ மலையாளம் இருக்கும் அது. ஸோ அது வந்து தமிழோட அந்த வார்த்தைகளாக இருக்கும். ஸோ மலையாளம் இஸ் ஆக்சுவலி பேசலாம், கொஞ்சம் ட்ரை பண்ணால் வி கேன் டாக். இப்போ மலையாளத்தில் கூட நாங்கள் இந்த தமிழ் வார்த்தைக்கு நிறைய யூஸ் பண்ணுவோம். இப்போ இஃப் சம் மூவிஸ் லைக் it has some kind of big action sequences or anything, we say that சம்பவம் இருக்கு. And Githu and all are now used in Malayalam lingo as well. நீங்க அவுட் ஆஃப் ப்ரமோஷன்ஸ் நீங்க as a person ரொம்ப ஜோலியா கவுண்டர் டயலாக்ஸ் எல்லாம் பேசிட்டு நான் பார்த்துருக்கேன். அந்த மாதிரி ஒரு கேரக்டர் உங்களுக்கு கிடைச்சிருக்கா ஃபன் டைப்? இல்லை ஆக்சுவலாக அதுதான் இப்போ நான் அது மாதிரி தான் பண்ணணும். நெக்ஸ்ட் அது மாதிரி தான் ஸ்கிரிப்ட்ஸ் கேட்டுட்டு இருக்கேன். ஸோ இது வந்து நிறைய பேர் என் ஃப்ரெண்ட்ஸ் என்னை ஃபஸ்ட்டு கேள்வி தான் கேட்பாங்க. ஏன்னா நான் யூஸ் டு பி சூப்பர் ஃபன் ஜாலி அந்த மாதிரி. பட் நமக்கு இந்த மெட்ராஸ்லேருந்து அப்படி ஸ்டார்ட் பண்ணி ரொம்ப சீரியஸான இமேஜ் செட் ஆனதால் ஐ குடன்ட் எக்ஸ்ப்ளோர் தட் ஸ்பேஸ் இட் செல்ஃப். ஸோ அதனால வந்து நெக்ஸ்ட் வந்து டு ஒன்லி ஐ திங்க் ஒன் ஃபிலிம் விச் வாஸ் லைட் ஹார்ட்டட் அந்த மாதிரி நான் பண்ணது வந்து தட்ஸ் ஒன் ஃபிலிம் கால் ராஜா மந்திரி. அது கொஞ்சம் ஜாலியாக இருக்கும். அதுக்கப்புறம் நட்சத்திரம் நகர்கிறது. பட் ஆனால் அதான் த்ரூ அவுட்டாக நீங்கள் சொல்கிற மாதிரி அந்த கேரக்டர் தான் பண்ணணும். பண்ணாதான் அது வந்து பீப்புள் ஸ்டார்ட் சீயிங் இந்த அதர் வே. இல்லைனா வந்து தே ஆல்வேஸ் மோஸ்ட் ஆஃப் த ஃபிலிம்ஸ் விச் கம்ஸ் டு மீ இஸ் லைக் சீரியஸ் ஃபிலிம்ஸ், ரஃப் கேரக்டரு, ஒரு மாசான கேரக்டரு, இல்லைனா வந்து സൈക്കോ அந்த மாதிரி தான் வரும். ஸோ வந்து டு ഫൺ வந்து വരണം. ഈ ആർഡിഎക്സിന് ശേഷം ഒരു ആക്ഷൻ ഹീറോ ആവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആക്ഷൻ ഇതിലുണ്ട്. ഇപ്പം ലുക്മാനൊക്കെ പറഞ്ഞിട്ടുണ്ട് തല്ലുമാലയ്ക്ക് ശേഷം ഇതിലൊരു ആക്ഷൻ സീക്വൻസ് ഉണ്ട് പുള്ളിനെ ഒന്ന് ഹുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ പറയുന്നുള്ളത്. അപ്പൊ അങ്ങനെ ഇപ്പൊ ആക്ഷൻ ഉണ്ട് കേട്ടോ ഇതിനെന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് ആളുകൾ വന്നിട്ടുണ്ടോ ആർഡിഎക്സിന് ശേഷം? അതിനുശേഷം അതല്ലേ കൂടുതൽ വരിക.
ഇതിലുമുണ്ട് ആക്ഷൻ, ഇതിലുമുണ്ട് 3 ആക്ഷൻ, ഇതിലുമുണ്ട് 10 ആക്ഷൻ. ആ സീന് ലേലം വിളി ആക്ഷൻ. എങ്ങനെയാ ഒരു ഇവിടെ ഒരു ഫൈറ്റ് പീസ് വെച്ചാൽ വർക്ക് ആവും, അല്ലെങ്കിൽ അത് ആ കോൾ എങ്ങനെ എടുക്കുക? ഫ്രണ്ട്സായിട്ട് ഡിസ്കസ് ചെയ്യോ, അതോ ഇതൊക്കെ ഒരു ജസ്റ്റ് ഒരു ഇല്ല, ഇപ്പൊ അതായത് സിനിമയുടെ ഏത് ഭാഗത്താണെന്നുള്ളത് നോക്കി ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾക്കൊരു ആദ്യത്തെ ഒരു 20 മിനിറ്റിനുള്ളിലാണ് ഒരു വലിയ കാരണമില്ലാത്ത ഫൈറ്റ് ഒക്കെ ആണെങ്കിൽ ആൾക്കാർ കുഴപ്പമില്ലാണ്ട് കണ്ടേക്കിരിക്കും. ഇതേ ഒരു കാരണമില്ലാത്ത ഫൈറ്റ് നമ്മളൊരു ഇന്റർവെലിന് ശേഷം ഒരു 3/4 ഭാഗത്തോണ്ട് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ലാഗ് എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകും. ആണോ? അല്ല, ചിലപ്പോൾ സംഭവിക്കാം, അല്ലെങ്കിൽ അത് ലാഗ് ആവാം. നമുക്ക് കാരണമില്ലാത്ത ഫൈറ്റ് ആണെങ്കിൽ കാരണം എവിടെയാണ്, അല്ലെങ്കിൽ എവിടെയാണ് ആ സിനിമയുടെ അനുസരിച്ചിട്ട് പ്ലേസ് ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. இப்போ ஒரு கேரக்டர் எடுக்கும்போது நீங்க அதோட ஸ்க்ரீன் டைம் ஸ்டோரியில என்ன இன்ஃப்ளூயன்ஸ் வருத்தும் அப்படியெல்லாம் யோசிப்பீங்க? 100%. ஓகே, நான் யோசிப்பேன். த ரீசன் இஸ் இப்போ இருக்கிற காலத்துல வந்து டிரெக்டர்ஸ், ஐ மீன் ஃபேஸ் ஆர் நாட் ரெஜிஸ்டரிங் இன் த ப்ராப்பர் வே. ஸோ I mean, not only me, I think every artist will demand that only the screen presence, space, like என்னோட ஸ்க்ரீன் ஸ்பேஸ் எவ்வளோ இருக்கு, கொஞ்சம் நல்லா இருங்க, கொஞ்சம் இம்பார்ட்டன்ஸ் கொடுங்க. ஸோ தட் இன்னொரு டிரெக்டர் ஒரு படம் பார்க்கும்போது ஆப்வியஸ்லி மக்கள்கிட்ட பார்ப்பாங்க, அதுக்கு முன்னாடி ஒரு டிரெக்டர் படம் பார்க்கும்போது அவங்க மைண்டில் ரெஜிஸ்டர் ஆகணும். சரி, ஓகே, இந்த பையன் ஒரு இந்த பொண்ணு இந்த மாதிரி நடிக்க முடியும், ஓகே, இந்த மாதிரி அவங்களுக்கு மோல்டப் பண்ண முடியும். இப்போ ஒரு பொண்ணை வந்து ஒன்லி கிளாம் சைடு மட்டும் காமிக்கிறேன்னா அந்த டைரக்டருக்கு, எந்த டைரக்டருக்கு புரிய மாட்டேங்குது. ஓகே, வாட், ஸோ தட்ஸ் த ரீசன் ஸ்க்ரீன் ப்ரெசன்ஸ் இஸ் வெரி இம்பார்ட்டன்ட், ஐ ஃபீல். ഒരു തമിഴ് സിനിമ അതിപ്പം മലയാളത്തിൽ ഇറക്കുന്ന സമയത്ത് ഈ ബൈലിംഗ്വലൊക്കെ ആയിട്ട് ആളുകൾ ചിന്തിക്കുമല്ലോ, അല്ലെങ്കിൽ ഇത് തമിഴിലും വർക്ക് ആവണം മലയാളത്തിലും വർക്ക് ആവണം. അപ്പൊ ഈ തമിഴ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു ഭൂധാരണ അത് കുറച്ച് ലൗഡായിരിക്കണം, മലയാളം എന്ന് പറഞ്ഞാൽ ഭയങ്കര സട്ടിലായിരിക്കണം. എന്നിട്ട് എന്താ പറ്റുന്ന വെച്ചാൽ ഇതിന്റെ ഒരു മിഡ് പാത്ത് പിടിക്കാൻ നോക്കും. എന്നിട്ട് അവിടെയില്ല എവിടെയില്ലാത്തൊരു അവസ്ഥയുണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി ഷൈൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ടോ? അല്ല, അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ എന്തുകൊണ്ടാണ് മലയാള ഭാഷയിൽ ഈ പടം വരില്ല. ഈ പടം മലയാളം ഡബിൽ ഇറങ്ങില്ല. നിങ്ങൾക്ക് സബ് ടൈറ്റിൽ വരും. ഇപ്പൊ തമിഴ് അറിയാത്തവർക്ക് ഇവിടെ മലയാളത്തിൽ സബ് ടൈറ്റിൽ കാണാമെന്നുള്ളൂ. ഇത് അതുകൊണ്ട് തന്നെയാണ് നമ്മളിത് ഒരിക്കലും, ഞാൻ പറഞ്ഞത്, ഇതൊരു കൾച്ചർ പടമാണ്. ഇപ്പൊ അങ്കമാലി ഡയറീസ് എന്ന് പറഞ്ഞൊരു സിനിമ, നമ്മുടെ അങ്കമാലി നടക്കുന്ന കഥ നമുക്ക് തമിഴ്നാട്ടിൽ ഡബ് ചെയ്ത് ഇറക്കി എങ്ങനെ ഉണ്ടാവും? കണക്ട് ആവില്ലല്ലോ. അതേ പ്രശ്നം ഇതിനും സംഭവിക്കും. കാര്യം ഇത് അങ്ങനെ ഒരു അത്യാവശ്യം ആ ഓത്തന്റിസിറ്റി പിടിച്ചാണ് ഈ കഥ പറഞ്ഞു പോയേക്കണം. ആ സ്ഥലത്തിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ അവിടെ നടക്കുന്നതിന്റെ വിഷയം ആ ടെറൈൻ ആയതുകൊണ്ടാണ്. അതും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഇത് ഇങ്ങോട്ടേക്ക് ഡബ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയൊരു പടമല്ല. അതുകൊണ്ട് തന്നെ ബൈലാംഗ്വൽ ആക്കണ്ടെന്നുള്ളൊരു തീരുമാനം ആദ്യമേ അവരോട് എടുക്കാമെന്ന് പറഞ്ഞത്. landscape, area, state can be different. എല്ലാമേ കഥ, emotion is same everywhere all over the world la. So Manjuval Boys was made in Malayalam, Avesham was made in Malayalam. Why it became Kumbalangi Nights, RDX, why it ran well in Chennai also, Tamil Nadu also? Because emotions they get connected. No, that doesn't matter also. That doesn't matter where it happens. Vijay sir is a superstar. Vijay sir padam inga emotion kanittanalo oduma after Mohanlal. Ma'am, that's star Mohanlal and Mammootty. Amla, I in fact like very much Amla Paul, like we are talking about small films. No, we are talking about small films. Okay, but I'm just saying, like Amla Paul is also, I mean, her scripts are really nice. Choice of film. The choice of woman-centric scripts are also what she does. ഇതിന് ശേഷം അപ്പൊ ഇതിന്റെ കൂടെ പാരലൽ അനൗൺസ് ചെയ്ത സിനിമ ഉണ്ടല്ലോ, ഹാലുണ്ട്, ഒരു കബഡി പടം വരുന്നുണ്ട്. ഹാല് കംപ്ലീറ്റ്ലി ഒരു മ്യൂസിക്കൽ പരിപാടിയാണെന്നൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. മ്യൂസിക്കൽ ലവ് സ്റ്റോറിയാണ്. മറ്റേ കബഡി അത് ഔട്ട് ആൻഡ് ഔട്ട് സ്പോർട്സ് ജോണർ ആയിരിക്കും. അത് ഔട്ട് ആൻഡ് ഔട്ട് സ്പോർട്സ് ജോണർ അല്ല, പക്ഷെ സ്പോർട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗാങ്സ്റ്റർ ഡ്രാമയാണ്. ഓക്കെ, അങ്ങനെ പോകും. അതായത് സ്പോർട്സിൽ നിന്ന് തുടങ്ങി അതൊരു ഗാങ്സ്റ്റർ ഒരു ഡ്രാമാറ്റിക് പരിപാടിയിലേക്ക് മാറും. കംപ്ലീറ്റ്ലി സ്പോർട്സ് അല്ല. ആഫ്റ്റർ 2018 இந்த மலையாளம் படத்துல வந்து கால்ஸ் வருதுண்டா, அதோட சாய்ஸ் எப்படி? நிறைய வந்தது. பட் ஆனா கொஞ்சம் கரெக்டா இத பண்ணா நெக்ஸ்ட் கொஞ்சம் கரெக்டா பண்ணனும்னு சொல்லிட்டு என்னென்னலாம் பாப்பீங்க? இப்போ டைரக்டரா, ஸ்கிரிப்டா, எதெல்லாம் பாப்பீங்க? ஸ்கிரிப்ட் தான் ஃபர்ஸ்ட் மெயின். அப்புறம் டைரக்டர்ஸ் ஓகே, ஃபர்ஸ்ட் ஃபிலிம் இட் கேன் பி ஃபர்ஸ்ட் ஃபிலிம் டைரக்டர், டசன்ட் மேட்டர். தி ஸ்கிரிப்ட் இஸ் நைஸ், தட் யூ கேன் பிலீவ் தி ஸ்கிரிப்ட், தட்ஸ் ஆல். அந்த டீம் அப்புறம் கரெக்டான ப்ரொடக்ஷன் பண்றாங்களான்னு பாப்போம். பட் அது கூட மேட்டர் இல்ல, பஸ் ஃபர்ஸ்ட் ஸ்கிரிப்ட் அண்ட் தி டைரக்டர் அவ்வளவுதான். நீங்க தான் இந்த படத்தோட பிடிஎஸோட சேர்த்து ஒரு இன்டர்வியூ போர்ஷன் விட்டுருந்தாங்கல்ல பிஹைண்ட் வுட்ஸ்ல, அதுல தான் நீங்க சொன்னீங்க இவர் இந்த ஃபாஸ்டிங் அந்த ரம்ஜான் டைம்ல ஷூட் எல்லாம் நடந்துருச்சுன்னு. அதை பற்றி கொஞ்சம் எக்ஸ்பிளைன் பண்ண முடியும்? எக்ஸ்பிளைன் பாவம். ஏன்னா
problem is like fasting time la vandu to act itself is And also the intense scenes. இல்ல acting itself is difficult. We had stunt sequence. அது இல்லாம stunt sequence like not in the studio or like we can sit, take rest and all. It's like a full live crowd and it's on the roads and it was like peak summer. So it's very difficult to stand itself. No one can stand. It's there. We had like single shots. The problem is all this stunts was choreographed not like cut to cut. Summa we had like long lengthy shots. അതായത് ഇവര് പരിപാടി ലൈവ് എടുക്കല്ലേ, We can't even drink water, no. ക്യാമറ ദൂരെ വെച്ചിട്ട് അവിടെ നടക്കുന്ന സാധനം എടുക്കുന്ന പരിപാടിയിൽ ഓക്കെ ആ ഒരു രീതിയിലാണ് അത് ഫൈറ്റ് ഒക്കെ എടുത്തേക്കുന്നത്. ലൈവാ, നമുക്ക് അവിടെ നടക്കണ പോലെ തോന്നും. So it's It's very difficult, honestly. Like, seriously, I mean, this is a great job we have done. Very difficult. And that too, getting up in the morning. Obviously, you have prayers in the morning, and then you have to come on to the set 4:30, and that's like a 12 hours gap of no food and no water. Food is also okay. Water is like because stunt sequence now immediately after Stunt as long shot what will പക്ഷേ happen. You have to ഞാനത് drink. That means എന്നെ തന്നെ like- ചാലഞ്ച് ചെയ്തത്. He gives like a heart and sweat You took only. it as a No? challenge. ചാലഞ്ച് അത് ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ചില ജീവിതത്തിൽ, അമ്മാരി വെയിലത്തൊരു നോയം പിടിക്കണം, അത് ഫൈറ്റും ഉണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയൊക്കെ ഇഷ്ടം. But konjam bayam illaya, like before the shoot, you know that Nomb is starting. തലകറങ്ങി വീഴും, ഫെയിന്റ് ആയി വീഴും. തലയിറങ്ങി വീഴട്ടെ എന്ന് ഓർത്തിട്ടാണ് അഭിനയിക്കണേ. അപ്പൊ ഭയങ്കര എനർജിയൊക്കെ വന്നു. എനിക്ക് അറിഞ്ഞൂടെ എവിടെ നിന്നാണ്. പക്ഷെ സത്യസന്ധമായിട്ടും പറയട്ടെ, ഞാനത് എടുത്തു കഴിഞ്ഞിട്ട് അന്ന് കുടിച്ച വെള്ളം, ആ നോയമ്പ് തുറന്നപ്പോ കുടിച്ച വെള്ളത്തിന്റെ ടേസ്റ്റ് ജീവിതത്തിൽ ഞാൻ ഒന്നിനും ഇത്രയും ടേസ്റ്റ് കിട്ടിയില്ല. അത്രയും വാല്യൂ ചെയ്തു പോയി ആ ഒരു ഇറ്റ് വെള്ളത്തിന്. കാര്യം അത്രയും ടയർഡായി പോയി, ഉടഞ്ഞു പോയി. So 100% God will bless and give you a biggest opening in Tamil Nadu through Madras Garden. Yeah, and 100% Allah will do this for you. ഷെയ്ൻ ഇപ്പൊ ഷെയ്ന്റെ മതം അല്ലെങ്കിൽ ഷെയ്ന്റെ രാഷ്ട്രീയമൊക്കെ ഷെയ്ൻ ഇങ്ങനെ തുറന്ന് പറയാറുണ്ട്. ചില ആർട്ടിസ്റ്റുകൾ അത് പറയാറില്ല. കാരണം ഇത് ആർട്ടിസ്റ്റുകൾക്ക് ഇപ്പൊ ഇന്നാൾ ഇന്ന മതമാണെന്നോ ഇന്ന രാഷ്ട്രീയമാണ് അയാളെ പ്രതിനിധാനം ചെയ്യുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരോടുള്ള ഇഷ്ടം കുറച്ച് ബയാസ്ഡ് ആവുമെന്ന് വിചാരിച്ചു. ഷെയ്ൻ കുറച്ചുകൂടി ആ കാര്യങ്ങളിലൊക്കെ ഓപ്പണാ. അത് അങ്ങനെ പ്രൊജക്ട് ചെയ്താൽ അതിന് ഭാവിയെ ബാധിക്കുമോ, അല്ലെങ്കിൽ ആളുകൾ കുറച്ചുകൂടി സെലക്റ്റീവ് ആയിട്ട് ഇഷ്ടപ്പെടുമോ, അങ്ങനത്തെ ചിന്തകളൊക്കെ തോന്നിയിട്ടില്ല? ഇല്ല, കാര്യം ഞാൻ അങ്ങനെ ആരും അങ്ങനെയല്ല, അതുകൊണ്ടല്ല അങ്ങനെയല്ല ഇഷ്ടപ്പെടുന്നത്. ഞാൻ ആ ഒരു മനുഷ്യൻ എന്നോട് ഇടപെടുമ്പോൾ നമുക്കൊരു എനർജി, ഒരു 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 എന്തോ ഒരു സംഭവം സംഭവിക്കുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന്. ആ എനർജിയിൽ മാത്രം ഞാൻ വിശ്വസിക്കുന്നു. അല്ലാതെ ഒരാളുടെ പേരോ അയാളുടെ മതമോ നാളോ അയാളുടെ കളറോ അയാൾ വന്ന രാഷ്ട്രമോ അയാളുടെ ഒന്നും എനിക്ക് വിഷയമല്ല. ആ എനർജിയാണ് ഈ ഭൂമിയുടെ സത്യം. അതാണ് എന്നും സത്യം പറയുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഒരു സ്ഥലത്ത് പോയി നിൽക്കുമ്പോഴത്തേക്കും നമുക്കൊരു ബാഡ് വൈബ് അടിക്കും. അത് സത്യമാണ്. അത് നമുക്ക് അവിടെ നമ്മൾ ബിലോങ് ചെയ്യാനുള്ള അവിടെ നിന്ന് പോകുന്നതാണ് നമ്മളോട് പറയുന്നത്. ചിലർ നമുക്ക് ഓക്കെ ആയിരിക്കും, നമുക്ക് സംസാരിക്കാൻ തോന്നും, കുറേ കാര്യങ്ങൾ പറയുന്നു. അതെന്താ, അപ്പം ആ എനർജി സിങ്ക. അപ്പം അത് നമുക്ക് അത് കറക്റ്റാണ്. അയാളുടെ പേര് പോലും എനിക്ക് ചിലപ്പോൾ അറിയണ്ടാവില്ല, ശരിയാണോ? അല്ലെങ്കിൽ അയാൾ എവിടെ നിന്ന് വന്നതെന്ന് അറിയണ്ടാവില്ല, അയാൾ എന്താ രാവിലെ കഴിച്ചതെന്ന് എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല ശരിക്കും. ഈ ഒരു പരിപാടിയാണ് എൻ്റെ ഒരു, അതിൽ മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ. இந்த டைரக்டரோட எக்ஸ்பிளனேஷன் இருக்குல்ல சார், அது கூட நம்மளை பெர்ஃபார்ம் பண்ணதுக்கு ரொம்ப ஹெல்ப்ஃபுல்லாக இருக்கும்ல. இந்த படத்தில் டைரக்டர்ஸோட அந்த டேக்குக்கு முன்னாடி கொடுக்குற அந்த ப்ரீஃப் இல்லை, அது எந்த மாதிரி இருந்தது? அந்த இன்ட்ராக்ஷனை பற்றி கொஞ்சம் சொல்ல முடியுமா? எல்லா படம் மாதிரி தான் அதுவும். என்னன்னா டைரக்டர் அவங்க தே ஹவ் கிரியேட்டட் தட் கேரக்டர், தே நோ மோர் அபவுட் த ஸ்டோரி தேன் அஸ். ஸோ அவங்க சொல்கிற விஷயத்த நம்ம எடுத்துக்கிட்டு ஒரு ஆக்டராக நம்ம ஒர்க் பண்ணால் போதும். பட் ஆனால் அதான் எக்ஸ்பிளைன் பண்ணுறது நம்ம கரெக்டாக கவனிச்சு, மோஸ்ட் ஆஃப் டைரக்டர்ஸ் நம்ம டைரக்டர் சொல்கிறது சைலண்டாக செஞ்சாலே போதும். இந்த இம்ப்ரவைசேஷன் அந்த ஏரியா பற்றி எப்படி நினைக்கிறீங்க? டைரக்டர் சொல்கிறது மட்டும்தான் செய்யணும்? இப்போ சில ஆக்டர்ஸ் எல்லாம் சொல்லுவீங்கல்ல, எனக்கு இந்த சீனில் இதை செய்யதான் தோணுது, அந்த மாதிரி எல்லாம் இருந்திருக்கா? So particularly for this film, when I knew that there are two big stars, I mean performers are already there in this film, like they are a great performer. எனக்கு வந்து வாலி வந்து ஒரே மைண்ட் செட் மட்டும் பண்ணியிருக்கேன். Nothing he said see, this is your day, okay. You waited for this day, you have to perform. And I had only that same mindset. I hardly accept any phone calls, nothing. I knew what I had to do on the set. Whether it was with Kalai or with Shane, I knew that this is what I have to deliver, because I know that they won't, if I can't give like a 50-60 takes. Like how much time they will also not wait, right? I had to perform.
So I said, okay, tell me the lines. This the lines. What is the mood? It is the mood. I understood his vision. Okay, that's it. I just deliver. I don't want to go and put my thing when a performers like them are there, because it might not match the director's vision Yes, yes. to the character. So yeah, I did not even think also. No need. Do what he wants to do and just yeah. ഷെയ്നി, കരുണാസ് എന്ന ആക്ടർ ഷെയ്നിനെ പറ്റി പറഞ്ഞ കാര്യം അവിടുത്തെ മീഡിയയിലൊക്കെ ആളുകൾ, അവിടുത്തെ വെബ്സൈറ്റുകളിലൊക്കെ എഴുതിയിട്ടുണ്ട്. അതായത് ഈ ധനുഷുമായിട്ടുള്ള സാമ്യം, അല്ലെങ്കിൽ കാതൽ കൊണ്ടൻ കണ്ടപ്പോൾ ധനുഷിനെ പറ്റി എന്താണോ എനിക്ക് തോന്നിയത് അതാണ് എനിക്ക് ഷെയ്നിനെ പറ്റി കാണുമ്പോൾ തോന്നുന്നതെന്ന് അദ്ദേഹം ആ ഇന്റർവ്യൂവിനകത്ത് പറയുന്നുണ്ട്. അത് ആളുകൾ എഴുതിയിരുന്നു ആ കാര്യമായിട്ട്. ഇപ്പൊ നമ്മൾ ഇതിന്റെ ക്യാരക്ടറൈസേഷൻ എടുത്ത് നോക്കുമ്പോൾ ധനുഷ് സ്ഥിരമായിട്ട് വെയർ ചെയ്യുന്ന ഒരു രുദ്രാക്ഷമൊക്കെ ഉണ്ടല്ലോ. ഇതെന്തായാലും ശരിക്കും ഒരു ധനുഷ് ഇൻഫ്ലുവൻസ് ഉണ്ടോ? ആ കമന്റിനെ പറ്റിയിട്ട് എന്താ ഷെയ്ൻ വിചാരിക്കുന്നത്? അയ്യോ, അത് വലിയൊരു അവാർഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. പുള്ളിയുടെ കുറേ സിനിമകൾ റിപ്പീറ്റ് വാച്ചിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, അങ്ങനെ വളർന്നു വന്നൊരു ടീനേജും അഡൽട്ട് പാസ് ചെയ്ത് വന്നു. പുള്ളീനെ അത്രയും നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരാളെ വെച്ച് അടുത്ത് കമ്പയർ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു അംഗീകാരമാണ്. അതും കരുണാസ് സാറിനെ പോലെ ഒരാൾ, അതും ഭയങ്കര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആക്ടറാണ്. നമ്മൾ അടിപൊളിയാട്ടോ അവിടെ. ശരിക്കും അവിടെ ഒരു പടമെങ്കിലും നമ്മൾ ഇവിടുത്തെ ആക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്യണമെന്നല്ല, വേറെ തരം വേറെ തരം സിനിമയോട് വേറെ തന്നെ ഒരു അപ്രോച്ച് വരും, കമ്മിറ്റ്മെന്റ് തന്നെ എല്ലാവർക്കും. ഇപ്പോൾ ഈവൻ ഇതിന്റെ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും അവർക്കൊരു ഇമോഷൻ ഉണ്ട്. പടം ആ ഒരു സാധനം ഒരു സാധനം എടുത്ത് കച്ചവടം ചെയ്യണം, ആ പരിപാടി അല്ലാതെ ഒരു ഫീലിംഗ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാവരും അവിടെ വർക്ക് ചെയ്യണവർക്കും എല്ലാവർക്കും അവിടെ ലൈറ്റ് വെക്കണവരെല്ലാം പൊടാന്നാണ്. ആ കറക്റ്റ് ആ സമയത്ത് 6 മണിക്ക് പരിപാടി തീരും. അത്ര നേരം അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അത്രയും ടൈം അവർ വളരെ, ഈവൻ ഫസ്റ്റ് ഡേ ഞാൻ ഷൂട്ടിന് പോയപ്പോൾ സാധാരണ രീതിയിൽ ഇവിടെ ഒരു ഷോട്ട് വെച്ചിട്ട് ആക്സസ് മാറ്റണമെങ്കിൽ ലൈറ്റപ്പിന് മിനിമം 1/2 മണിക്കൂർ എടുക്കും. ഞാനപ്പോൾ ആ കാഴ്ചപ്പാടിൽ ഇതേ പറഞ്ഞ പോലെ ആക്സസ് ചേഞ്ച് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരെ കാരവണിലേക്ക് നടന്ന ഇത് തുറന്നപ്പോഴത്തേക്കും വിളിച്ചു, ഷോട്ട് റെഡി എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോഴാണ് എനിക്ക് ഇവരുടെ സ്പീഡ് മനസ്സിലായത്. ഇത് இந்த ഫിലിമേ ரொம்ப സ്പീഡായിരുന്നു. പോട ക്യാമറമാനൊക്കെ പറന്നാ നിൽക്കുന്നു. ഫയർ ഓൺ ഫയർ. Our producer for this film, Jagdish. We must say about him like one word is that, see, the main key for a film is the producer. Okay, if the producer mindset knows that okay, evolovo paid artist and the directors, because the vision, what the producer, they just invest in the vision. Yes. If they correctly invest, I think we are sorted. Yes. And he did that. He delivered that. He's the first. It is his first film as a producer. He never hesitated. Okay, this location need my whatever. That is the internal. But he just gave everybody that space to come out and shine bright for this film. 100% അത് ഹാറ്റ്സ് ഓഫ് ആണ്. ബി ജഗദീഷ് എന്ന പ്രൊഡ്യൂസർ നാളെ ഏറ്റവും വലിയൊരു സക്സസ്ഫുൾ പ്രൊഡ്യൂസർ ആണോ എന്ന് ഞാനും എൻ്റെ കുടുംബം പ്രാർത്ഥിക്കും. അമ്മാരി മനുഷ്യനാണ്. കിട്ടില്ല മെമ്പറാണ്. ഒരു വലിയ പ്രായമൊന്നുമില്ല, 10-30 ആ ഒരു റേഞ്ചിലെ പ്രായമൊക്കെ ഉള്ളൂ. ഒരു രക്ഷയില്ല. നമ്മൾ കമ്മിറ്റഡ് ആണ്. അതാ ഞാൻ പറയണത്. നമ്മൾ ആ ഒരു സിൻസിയറിറ്റി, ആ സാധനമൊക്കെ ഭയങ്കര, എനിക്കത് ഇവിടുത്തെ ഒരു പരിപാടിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പോലും പറ്റിയില്ല. അത് ഇത്രയും അതിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ടാണ് അയാള് പൊളിറ്റിക്സിലും ഒക്കെ ഉള്ള ഇൻവോൾവ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു കക്ഷിയാണ്. നല്ല മച്ചാണ്. There are so many producers that, I must mention that this happens, okay, like the film will happen for schedule for 15 days and again 2-3 months later another 15 days schedule. In that, the artist also sometimes gain weight and they lose interest on the scripts. Yes. Directors lose interest on the script. So he just gave us that confidence and said that we are not going to do this. Okay. We are going to keep the quality of the film of Madras Karan. Because we have a huge star cast in the film, and when Shane came on board and obviously Kalai and Niharika and me, we said that they're big stars, we have to give them that respect. And he just delivered what we
and we are sitting here for him only. கலை ப்ரோ, இந்த தமிழ் படத்துல எல்லாம் மலையாளம் பாட்டு வருது இப்போ கொஞ்சம் ட்ரெண்டு தான். மனசிலாயோ மாதிரிலாம் சாங்ஸ். ஸோ அதில் எங்கள் சைடில் இருந்து ஒரு கிரிட்டிசிசம் என்ன ஆச்சுன்னா, இந்த தமிழ் படத்தில் வரலாம் மலையாளம் கொஞ்சம் மலையாளம் மாதிரியே இல்லை, கொஞ்சம் வேறு மாதிரி இருக்குது. தமிழ் ஆக்டர்ஸை வந்து അല്ലെങ്കിൽ தமிழ் கேரக்டர்ஸை வந்து மலையாளத்தில் போர்ட்ரே பண்ணுறது ரொம்ப காலமே நெகட்டிவாக தான் இருந்தது. கொஞ்சம் காலமாக தான் அது மாறிட்டு வருது. அது மாதிரி இந்த மலையாள வேர்ட்ஸை வச்சுட்டு தமிழ் பாட்டு சரி பண்ணுற அந்த விதம் இல்லை. அதை பற்றி நீங்கள் என்ன நினைக்கிறீங்க? Both is wrong. This is wrong, that is also wrong. Even I had like opinion on that. Even when I was called for some films, why you asked me after 2008 didn't do இங்க வந்து தமிழ்னாலே கொஞ்சம் தப்பா காமிச்சு. பட் 2018 கேரக்டர் ஆஸ் அ டிரான்ஸ்ஃபர்மேஷன், பட் ஸ்டில் இனிஷியலி வாஸ் ராங் அந்த மாதிரி இருந்தல. ஸோ அது மாதிரி அங்கேருந்து கொண்டு வந்து ஐ ஹேட் another film, I don't want to mention, அதில் வந்து ரொம்ப நெகட்டிவாக காமிச்சு. அப்போ நான் டைரக்டரை கேட்டேன், why you want to, this is a negative character, why you purposefully keeping as Tamil? He told like only I can create conflicts in the neighboring states. அப்போ நான் சொன்னேன் அங்கே பண்ணாலும் அது தப்பு தான். ஈவன் ஐ வில் question that also. Even like one big film recently had Malayalam villain. So that is also wrong. வந்து project or Telugu guy or someone else for just for make fun or to criticize, you can't write a character. No, there should be proper reason for it. Mari, so both is wrong. I have opinion on that. I have Great, sir, like, yeah, I don't accept it. It's wrong only. കാതൽ സടുകുടു പ്ലേസ് ചെയ്യാം. അതിനൊരു ഐക്കോണിക് സ്റ്റാറ്റസ് ഉണ്ട്. എ ആർ റഹ്മാന്റെ മുതലാണ്. അതിലാണ് ഡാൻസ് ചെയ്യാൻ പോകുന്നത്. അത് റീമിക്സ് ചെയ്ത് അതിൽ തൊട്ടാൽ പ്രശ്നങ്ങൾ ഉണ്ടാവും അറിയാം. പിന്നെ എങ്ങനെയാണ് റിസ്ക് എടുത്തത്? അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നമുക്കൊരു കുറച്ച് പാട്ടുകളുടെ റൈറ്റ്സ് കിട്ടി. അതായത് ആ ലവ് ഏരിയയിൽ പ്ലേസ് ചെയ്യാനായിട്ട് ഒന്നില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പടത്തിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടാവാതിരിക്കാം സംഭവം ഉണ്ട്. അങ്ങനെ സംസാരം നടന്നപ്പോഴാണ് ഒരു 3 പാട്ട് ഷോർട്ട് ലിസ്റ്റ് ആയിട്ട് കാതൽ സടുകൂട് നമുക്ക് റൈറ്റ്സ് തന്നു. പക്ഷെ ഇത് റീമിക്സ് ചെയ്യാന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ, എല്ലാരും അങ്ങനെ എടുക്കുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഹാലിന്റെ മ്യൂസിക് ഡയറക്ടർ നന്ദു അപ്പൊ അവനോട് സംസാരിച്ചു. അവൻ ആദ്യം കുറച്ച് പരിപാടികളൊക്കെ ചെയ്തു വന്നപ്പോഴത്തേക്ക് എനിക്ക് കുഴപ്പമില്ല, ചിലപ്പോൾ ചെയ്തു വന്ന ഒരു പരിപാടി ഉണ്ടാവും തോന്നി. അങ്ങനെ ജഗദീഷിനോട് കണ്ടിട്ട് ജഗദീഷ് ചെയ്തോളാൻ പറഞ്ഞു. ഗ്രീൻ സിഗ്നൽ വന്നപ്പോഴത്തേക്കും പിന്നെ അവനൊരു പരിപാടി ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇതിനൊരു ക്വാളിറ്റി ഉണ്ട്, പരിപാടി അവൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉള്ള ഒരു പ്രൊഡക്ഷൻ ആയതാണ്, ചുമ്മാ ഒരു റീമിക്സ് അല്ല. രസമുണ്ടെന്ന് തോന്നി. പിന്നെ അവർക്ക് എന്തായാലും അതിനോ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ മാസ്റ്ററും വന്ന് സെറ്റായി. നെഗറ്റീവ് കമന്റ്സിനെ എങ്ങനെ നോക്കും? നെഗറ്റീവ് കമന്റ്സ് സ്വാഭാവികമായിട്ടും അതിനുണ്ടാകുമല്ലോ. കാര്യം ഒരിക്കലും ഫസ്റ്റത്തെ ഒരു പരിപാടി പോലെയല്ല പാട്ട് തന്നെ പോണം. പക്ക റീമിക്സ് ആക്കിയതാണ്. റീമിക്സ് എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, പിന്നീട് അതിൽ വന്നിട്ട് അതവരുടെ ഇഷ്ടം. ഇപ്പൊ ഇദ്ദേഹത്തെ നമ്മളിപ്പോ ആരഞ്ജിത്തിന്റെ ക്യാമ്പിൽ നിന്ന് വരുന്നു എന്ന് പറയുന്നത് പോലെ ഷെയ്ഡിനെ പലപ്പോഴും രാജീവ് രവിയുടെ ക്യാമ്പിൽ നിന്നാണ് വരുന്നതെന്ന് പറയാറുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു ദുരിതഘട്ടത്തിൽ നിൽക്കുന്ന സമയത്ത് രാജീവ് രവി സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട്, ഞാൻ അവനെ വെച്ച് സിനിമ ചെയ്യും, ആരും അവരായിട്ട് സഹകരിച്ചിട്ട് ഞാൻ അവനെ വെച്ച് പടം ചെയ്യുന്നുള്ളത്. രാജീവ് രവി എന്നുള്ള മേക്കറിന്റെ ക്യാമ്പിൽ നിന്ന് വന്നതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഷെയ്നിൽ എങ്ങനെയാണ്? ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അന്ന് ആക്ച്വലി അദ്ദേഹം മീൻ ചെയ്തിട്ട് തന്നെ അത് പ്ലേസ് ചെയ്തതായിരുന്നു. പിന്നല്ലാതെ അത് രാജീവ് സാറിന് എന്താ ശരിക്കും നോക്കാണ്. സാർ അത്ര ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫിലിം മേക്കറുമാണ്, അതേപോലെ ഒരു സിനിമാറ്റോഗ്രാഫറുമാണ്. ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വാല്യൂ ഉള്ള 10 സിനിമാറ്റോഗ്രാഫേഴ്സ് എടുത്ത രാജീവ് സാറിൻ്റെ പേരുണ്ട്. അപ്പോൾ പറയാനുള്ള ആളുണ്ട്, അല്ലാതെ ചുമ്മാ പറയണല്ല. പിന്നെ പിന്നത്തെ ചോദ്യം ഇന്നത്തെ ഇൻഫ്ലുവൻസ്. ഇന്നും ഇൻഫ്ലുവൻസ്, അതായത് ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ കബഡി പടം ചെയ്തിട്ട് വന്നെന്ന് പറഞ്ഞ പോലെ അവിടെയും നമുക്ക് ഈ ഒരു പ്ലേ സെറ്റ് ചെയ്തെടുക്കാന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. എന്നിട്ട് അതിനെ ഒപ്പിയെടുക്കാന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ലൈവ് ഉണ്ട്. അത് എനിക്കിപ്പോ ഒരു സീനിൽ നിന്ന് 2 ആക്ടേഴ്സിനോട് ചിലപ്പോൾ സംസാരിച്ച് ആ ഒരു സീൻ ഇതാക്കാൻ പറ്റുന്ന, ചിലപ്പോൾ ചെയ്തെടുക്കാൻ പറ്റുന്നതിന്റെ കാര്യം അത് ഈ സ്കൂളാണ്. അവരൊരു പ്ലേ ആണ് അവിടെ നടത്തുക. അത് 2 ക്യാമറ വെച്ചെടുക്കും. ഇതിപ്പോ ഒരു ക്യാമറ തെറ്റിയിട്ട് ഇവര് വന്ന് അഭിനയിപ്പിക്കുമ്പോൾ പോലത്തെ പരിപാടിയല്ല. അത് ഭയങ്കര വ്യത്യാസമാണ്. അത് തന്നെ വാല്യം ചെയ്തേക്കണം. സെയിം പരിപാടിയാണ്. അവിടെ ഇവന്റ് നടക്കണ്ടാവും, ഒരു ക്യാമറ 2 ക്യാമറ ഒക്കെ വെച്ച് നൈസായിട്ട് മറ്റേ ഈ എന്താ ന്യൂസുകാർ കവർ ചെയ്യണ പോലെ അങ്ങനെ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇതിനൊട്ടും സിനിമാറ്റിക് ആക്കണ്ട, നമുക്ക് ഒപ്പിയെടുത്താൽ മതി. ഫസ്റ്റ് ഹാഫ് മെയിൻലി. സെക്കൻഡ് ഹാഫിലേക്കാണ് കുറച്ചും കൂടെ സിനിമാറ്റിക് ടോണിലോട്ടേക്ക് മാറുന്നത്.
ഫസ്റ്റ് ഹാഫിൽ ഒരു ഇൻസിഡന്റിലേക്ക് പോകുമ്പോൾ അങ്ങനെയാ പോകുന്നത്. അല്ല പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമായിട്ട് ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, അപ്പോൾ ഈ രാജീവായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഗോഡ് ഫാദർ കൈൻഡ് ഓഫ് ബന്ധമാണ്. ഐ മീൻ ആരില്ലെങ്കിലും എനിക്ക് അവിടെ പോയാൽ ഒരാളുണ്ട്, അതാണോ? തീർച്ചയായിട്ടും ആണ്. അതാണ്. അങ്ങനെ തന്നെയാണ്. നേരത്തിന് ഒരുപാട് നന്ദി. പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ. ഐ മീൻ ടീച്ചറൊക്കെ കാണുമ്പോൾ ആ ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഷെയ്ൻ ഒരു പടത്തിൽ വരുമ്പോൾ ഷെയ്ൻ എല്ലാ സ്ഥലത്തും ഈ ഒരു ഇൻവോൾവ്മെൻറ്റ് കാണിക്കുന്നുണ്ടല്ലോ, അതും വളരെ പ്രതീക്ഷ നടത്തുന്നതാണ്. ഡെഫിനറ്റ്ലി സിനിമ 2 സ്ഥലത്തും വർക്കാവട്ടെ, തമിഴ്നാട്ടിലും കേരളത്തിലും. 3 പേരുടെയും നേരത്തിന് ഒരുപാട് നന്ദി. താങ്ക് യു. താങ്ക് യു.